ഒരു വാക്ക് കൊടുത്തതിന് ഒരമ്മക്കും അച്ഛനും ഞാൻ കൊണ്ടുവരുന്നു, ജീവനോടെ കൊണ്ടുവരുന്നതിന് പറഞ്ഞത് അതിന് സാധിച്ചില്ല. അറ്റ്ലീസ്റ്റ് ശരീരെങ്കിലും നമുക്ക് എത്തിക്കണം എന്നുള്ളത് അതൊരു വാശിയേനു. അത് നടപ്പിലാക്കി. 72 ദിവസത്തെ നമ്മുടെ കാത്തിരിപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ആരുമല്ല ഈ അർജുൻ എന്ന് പറഞ്ഞ വ്യക്തി. ജൂലൈ 16 ആണ് അപകടം നടക്കുന്നത്. അതിന് 2-3 ദിവസം കഴിഞ്ഞാണ് മാധ്യമങ്ങളൊക്കെ ഇത് വാർത്തയാക്കുന്നത്, വലിയ ഇതാകുന്നത്. അന്നു മുതൽ ഓരോ മലയാളികളോടൊപ്പം കൂടിയ വ്യക്തിയായിരുന്നു അർജുൻ. യാത്രകൾ പോകുമ്പോഴുമൊക്കെ നമ്മൾ പലരുടെയും സംഭാഷണങ്ങളിൽ നിന്ന് കേൾക്കുന്ന അർജുനെ പറ്റിയായിരുന്നു. അതിനിടയിൽ പല പല കഥകളും പ്രചരിച്ചു. എനിക്ക് തോന്നുന്നു പല കഥകളിലെയും വില്ലനായിട്ട് പലരും പ്രതിഷ്ഠിച്ച മുനാഫ് എന്ന് പറയുന്ന ആ വണ്ടി ഉടമയായിരുന്നു പല കഥകളും പറഞ്ഞു. ചില യൂട്യൂബ് ചാനൽ റീച്ചിന് വേണ്ടിയായിരിക്കാം കഥകൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ആ മനുഷ്യൻ ഈ 72 ദിവസവും അർജുനു വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു. പലപ്പോഴും ഈ തിരച്ചിലൊക്കെ ഔദ്യോഗികമായിട്ട് നിർത്തിയെങ്കിലും തൻ്റേതായ രീതിയിൽ ഈ നദിയിൽ തിരച്ചിൽ നടത്താൻ മുനാഫ് ഓരോ നിമിഷവും നിന്നു എന്ന് പറയാം. 72 ദിവസം മുനാഫിൻ്റെ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഒരു ലോഡ്ജിന് 1500 രൂപയായിരുന്നു വാടക. പിന്നെ അത് കൂടുതലായി കഴിഞ്ഞപ്പോൾ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഭക്ഷണം അവിടെ പാകം ചെയ്ത് അവിടെ നിന്നാണ് മുനാഫ്. കാരണം തൻ്റെ വണ്ടിയുമായി ആണ് അർജുൻ പോയത്. അർജുനെ ജീവനോടെ അല്ലെങ്കിൽ ജീവനോട് കൊണ്ടു കൊടുക്കാമെന്ന് ആ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. അമ്മയ്ക്കും അച്ഛനും, അർജുൻ്റെ അമ്മയ്ക്കും അച്ഛനും വാക്ക് കൊടുത്തതിൻ്റെ പേരിലാണ്. പക്ഷേ ജീവനോടല്ലെങ്കിലും ആ ശവശരീരമെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ഉള്ള ഒരു ആശ്വാസം മുന പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സമൂഹത്തിൽ മുനാഫ് എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. സത്യം പറഞ്ഞാൽ ആർക്കും എപ്പോഴും എന്തും സംഭവിക്കാം അല്ലേ. ഇതിനിടയിൽ കൂടെ നിൽക്കാൻ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവസാനം വരെ കൂടെ നിൽക്കാൻ ഒരു കൂട്ടുകാരൻ ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം. മുനാഫ് വണ്ടിയുടെ മുതലാളി മാത്രമല്ലായിരുന്നു, അർജുനന് പ്രിയപ്പെട്ട ഒരു സുഹൃത്തും കൂടിയായിരുന്നു. അതാണ് നമുക്ക് കാണിച്ചു തന്നത്. ഞാൻ പറഞ്ഞത് അർജുൻ്റെ മരണം നമുക്കെല്ലാം വിഷമമുണ്ടാക്കി. പക്ഷേ ഇങ്ങനെയും ചില സത്യങ്ങൾ, ഇങ്ങനെയും ചില നന്മകൾ നമ്മളിവിടെ തിരിച്ചറിയുന്നുണ്ട്. നമുക്ക് മുനാഫിൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഇത്രയും ദിവസം 71 ദിവസം ഈ ഗംഗാവലിപ്പുഴൻ്റെ അടുത്ത് ഒരു പ്രാന്തനെ പോലെ നടക്കേണ്ടി വന്നു. ഗതികേടുണ്ടാ കൂടെ നിന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആളെ ഉപദ്രവിക്കാൻ നിൽക്കരുതെന്നേ എനിക്കെല്ലാവരോടും പറയാനുള്ളൂ. പക്ഷെ ഒരു വാക്ക് കൊടുത്തതിന് ഒരമ്മക്കും അച്ഛനും ഞാൻ കൊണ്ടുവരുന്നു, ജീവനോടെ കൊണ്ടുവരുന്നതിന് പറഞ്ഞത് അതിന് സാധിച്ചില്ല. അറ്റ്ലീസ്റ്റ് ശരീരെങ്കിലും നമുക്ക് എത്തിക്കണം എന്നുള്ളത് അതൊരു വാശിയേനു. അത് നടപ്പിലാക്കി. എനിക്കറിയാനും എൻ്റെ വണ്ടിക്ക് അധികം പരിക്കില്ല എന്നുള്ളത്. കാരണം ഞാൻ എല്ലാവരും പോയ സമയത്ത് പോലും കടലിലും കരയിലും ആളുകളെ വെച്ചിട്ട് നിരന്തരമായി തെരഞ്ഞതാണ്. അതുകൊണ്ടാണ് പരിക്കുകളില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പം ആളുകൾക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നു, വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ആള്, വണ്ടി ഉയർത്തുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് ആളെടുക്കുക, വണ്ടി അതാ അവിടെ ഗംഗാവലി. മുനാഫിനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ വ്യക്തിപരമായും ചില പ്രതിസന്ധികളൊക്കെ നേരിട്ടിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ. അത് നമ്മളൊക്കെ കണ്ടതുമാണ്. അപ്പം എങ്ങനെ തോന്നുന്നു ഒടുവിൽ ഇങ്ങനെ ഒരു പരിസമാപ്തിയിലെത്തി? തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. സന്തോഷം ഏതിനുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷം വെറും ആ ജീവിതകാലം മുഴുവൻ ഒരു എന്താ പറയുക, ഒരു
കള്ളനോ അതിനേക്കാളും അപ്പുറം കൊലപാതകമോ ആയിട്ട് ജീവിക്കണ അതിൽ നിന്ന് മോചനം കിട്ടിയതിന് സന്തോഷമുണ്ട്. പിന്നെ അവനെ ഈ രൂപത്തിൽ കിട്ടിയതിൽ സന്തോഷമില്ല, സമാധാനം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇനിയും ഇതേമാതിരത്തെ ദുരന്തങ്ങൾ വരുമ്പോൾ ഇരയായപ്പെട്ട ആളുകളെ ദയവ് ചെയ്തിട്ട് ഇത്തരത്തിൽ ക്രൂശിക്കരുത് എന്നും കൂടി പറയണം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഈ ദൗത്യം തന്നെ അല്ലേ ഒരു ഘട്ടത്തിൽ ഇത് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ വിചാരിച്ച് ഇരുന്ന സമയങ്ങളുണ്ട്. പക്ഷെ മനാഫ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇവിടുന്ന് പോയിട്ടില്ല. ഇവിടെ ഈ ഷിരൂരിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ പലതവണ പോയി വന്നപ്പോഴും മനാഫ് സ്ഥിരമായി നമ്മളെ വിളിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊരു ദൗത്യമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ആദ്യ ദിവസങ്ങളിൽ ലോഡ്ജിൽ താമസം 1500 റുപ്യാണ് ഡെയിലി റൂമിന്. അപ്പോൾ അത് ഒഴിവാക്കി സ്വന്തമായിട്ട് വാടകയ്ക്ക് വീടെടുത്തു, സ്വന്തം ഭക്ഷണം പാകം ചെയ്ത് അങ്ങനെയാണ് ജീവിച്ചത്. ഫാമിലിനെ വരെ കാണാൻ കുറച്ച് ദിവസങ്ങളെ സാധിച്ചിട്ടുള്ളൂ. അതൊക്കെ തരണം ചെയ്ത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു വണ്ടിയിൽ നിന്ന് അവനെ കിട്ടുന്നുള്ളത്. മുനഫിൻ്റെ വാക്കുകൾ കണ്ടില്ലേ? ഈ കുറ്റപ്പെടുത്താൻ ഒത്തിരി പേരുണ്ട്. ഞാൻ പല വീഡിയോയും കണ്ടിട്ടുള്ളതാണ്. ചന്ദനത്തടിയുടെയും കഞ്ചാവിൻ്റെയൊക്കെ കഥ പറയുന്ന പല വീഡിയോകളും ഞങ്ങൾ കണ്ടാൽ. പക്ഷേ എന്താ പറയുക, ഇതാണ് ഒരാൾക്കൊരു അപകടം പറ്റിക്കഴിയുമ്പം റീച്ചിന് വേണ്ടി പല കഥകളും ഉണ്ടാക്കുന്ന പല യൂട്യൂബ് ചാനലുകളെയും ഉണ്ട്. പിന്നെ നാം പറഞ്ഞില്ലേ ആദ്യം തൊട്ട് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന വ്യക്തി, പുള്ളിയെ നമ്മൾ കുറ്റപ്പെടുത്തി യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ആ അമ്മയുടെയും അച്ഛൻ്റെയും സങ്കടം കാണാതെ അവിടെ പോയി മണ്ണിനടിയിൽ നോക്കിയ രഞ്ജിത്തിനെയും നമ്മൾ പല പല കഥകളുണ്ടാക്കി വിട്ടില്ലേ. പിന്നെ അവസാനം ഈശ്വരനും അവിടുത്തെ സാഹചര്യമായി ഒത്തുപഴാകത്തിന് ഈശ്വരനും ഞാനെപ്പോഴും ആലോചിക്കുന്നുണ്ട്. ആദ്യ സമയത്തൊക്കെ പത്രക്കാരോട് ഘോരഘോരം സംസാരിക്കുന്ന മുനാഫിനെ നമ്മൾ കണ്ടു. കാര്യം മണ്ണിനടിയിൽ അർജുനുണ്ട്, അവൻ ജീവനോടുണ്ടെങ്കിൽ അവനെ രക്ഷപ്പെടുത്തണമെന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുനാഫിനെ കണ്ട്. പിന്നെ ദിവസങ്ങൾ കഴിയുന്തോറും മുനാഫിൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. നമുക്കറിയില്ല, നദിയിലാണെങ്കിൽ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. മണ്ണിനടിയിലാണെങ്കിൽ ആഹാരവും ഭക്ഷണവും ഒക്കെ ഉണ്ട്, വായു സഞ്ചാരവും ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടേനെ. അതുപോലെ ദിവസങ്ങൾ കഴിഞ്ഞു, വളരെയധികം വൈകിപ്പോയിരിക്കുന്നു. ഞാനിപ്പോഴും നോക്കിക്കാണുന്നൊരു സമയം, നമ്മൾ എന്തൊക്കെ കീഴടക്കി എന്തൊക്കെ സാങ്കേതിക മേന്മ നേടി എന്ന് പറഞ്ഞാലും ആ നദിയിലെ 15 മീറ്റർ അങ്ങനെ താഴ്ച കിടക്കുന്ന ഒരു സാധനം കണ്ടെത്താൻ നമുക്ക് ഇത്രയും ദിവസങ്ങൾ വേണ്ടി വന്നു എന്നുള്ളതൊരു സത്യമാണ്. നാളെ നമുക്ക് ആർക്കും സംഭവിക്കാം അല്ലേ? നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. അതാണ് നമ്മൾ എല്ലായിടും പോയി ചന്ദ്രനിൽ പോകാം, ബഹിരാകാശത്ത് പോകാം, എവിടെയും നമ്മൾ പോകാം, പോകുന്നതൊക്കെ കൊള്ളാം. പക്ഷേ ഇങ്ങനെ ചില സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ അത് കണ്ടുപിടിക്കുവാനും ആ ആളിനെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുവാനും കഴിയുന്ന ചില സാങ്കേതിക വിദ്യയും കൂടി നമുക്ക് സഹായത്തമാതിരി എത്ര നന്നായിരുന്നു. കാണും, സൈന്യം നന്നായി സഹായിച്ചു. അവരുടെ കൈപ്പിടിയിലൊക്കെ നിന്ന് വഴുതി പോകുന്ന രീതിയിൽ തന്നെയായിരുന്നു. ഭയങ്കര മഴ, കാലാവസ്ഥ നമ്മളെ വല്ലാതെ ചതിച്ചു എന്നുള്ളതാണ്. അതുപോലെ അവിടുത്തെ MLA നിരന്തരം മാധ്യമങ്ങളോടും ജനങ്ങളോടുമൊക്കെ സംസാരിക്കുന്ന MLA കണ്ടു. അതുപോലെ നമ്മളെ രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഒറ്റക്കെട്ടായി നിന്നു. അതുപോലെ മാധ്യമങ്ങളുടെ പങ്ക് ഈ കാര്യത്തിൽ ഞാൻ എടുത്തു തന്നെ പറയാം. അവർ റീച്ചിന് വേണ്ടി പല കഥകളും ഒക്കെ ഉണ്ടാക്കിയെങ്കിലും അവർ ശക്തമായി അർജുനു വേണ്ടി വാദിച്ചുകൊണ്ടേയിരുന്നു. മാധ്യമങ്ങൾ നന്നായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എല്ലാ മലയാളി പ്രേക്ഷകരുടെ മുമ്പിലും അർജുനൊരു നൊമ്പരമായി, അർജുനൊരു പ്രതീക്ഷയായി, അർജുൻ്റെ ജീവന് വേണ്ടി നമ്മളും ഓരോ നിമിഷം പറഞ്ഞു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ കണ്ടിട്ട് തന്നെ. അത്രയ്ക്ക് നമ്മളെ പ്രിയപ്പെട്ടവനായി അർജുൻ.
അർജുൻ 72 ദിവസമായി നിൻ്റെ ഓർമ്മയിൽ തന്നെയായിരുന്നു ഞാനും. നിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എന്താ പറയുക, വാക്കുകളില്ല. നീ ജീവിക്കും ഓരോ മലയാളിയുടെയും മനസ്സിൽ, ആ നൊമ്പരങ്ങളിൽ എല്ലാം തന്നെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.